ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസിലുള്ള ഉള്ളി കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 പേർക്കുള്ള അളവാണിത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഗീയും കൂടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ റൈസിൽ നമ്മൾ ആകെ ഇത്രയേ എണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു പോട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. വേറെ പാത്രങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. പണിയും എളുപ്പമാണ് ക്ലീനിങ്ങിനൊക്കെ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയല്ലേ ക്ലീനിങ്ങിനൊക്കെ. നമുക്ക് മടിയുള്ള ദിവസമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മസാല റൈസാണിത്. അപ്പോൾ ഇത് നമുക്ക് വെജിറ്റബിൾ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഞാനിവിടെ ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്കയും പിന്നെ പട്ടയും ഗ്രാമ്പും ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് ഉള്ളിയിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ മസാലയും റൈസും ഒക്കെ ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 1 പോട്ട് റെസിപ്പി എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മസാലയിൽ ഒരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഓണിയൻ ആഡ് ചെയ്യാം. നമുക്ക് മസാലയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഉള്ളിയൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ 2 പേർക്കുള്ള അളവായതുകൊണ്ട് ഒരു ഉള്ളിയേ എടുത്തിട്ടുള്ളൂ. ഒരു ഉള്ളി നന്നായി മുറിച്ചതാണ്, നേരിയ മുറിച്ചിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. അപ്പോൾ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കി അടിച്ച് വെച്ചിട്ടൊന്ന് വേവിക്കണം. ഒരു മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്ക് തന്നെ ഉള്ളി നന്നായി വഴഞ്ഞു വരും. അപ്പോൾ വിസിലിടാണ്ട ആ ടൈമിൽ കുക്കറിൻ്റെ ലിഡ് ഇങ്ങനെ ഇട്ടിട്ട് വിസിലിടാതെ വെറുതെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായി വഴഞ്ഞിട്ടുണ്ടാവും ഉള്ളി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കി നോക്കിയ ടൈമിൽ നന്നായി ഉള്ളി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 മിനിറ്റോളം അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ നമ്മൾ ലിഡ് മാത്രമേ ഇടേണ്ടുള്ളൂ, വിസിലിടണ്ട. അതിനുശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതാ നമ്മൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ തക്കാളി, ഉള്ളി, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് എല്ലാം നല്ലോണം വഴഞ്ഞിട്ടുണ്ട്. പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിപ്പൊടി, ഞാൻ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്തിട്ട് നന്നായി ഈ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതൊരു 1 മിനിറ്റ് അങ്ങനെ വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് വേണ്ട, അതിൽ കുറച്ച് സമയം വഴറ്റുമ്പോൾ തന്നെ അത് മണമൊക്കെ പോയിട്ട് ഉണ്ടാവും. നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കൻ വേവുന്നത് വരെ ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കുക്കറിൽ ചിക്കൻ വേവും. അതുവരെ ഒന്ന് അടച്ചു കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ കുക്കർ അടച്ചു വെക്കുമ്പോൾ വിസിലും കൂടി അടച്ചു വെക്കണം. വിസിലും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം. ഈ ടൈമിൽ ചിക്കൻ വേവുന്ന ടൈമിൽ നമുക്ക് റൈസിനായിട്ടുള്ള അരി എടുക്കാം. ഞാനിപ്പോൾ റോസ് റൈസാണ് എടുത്തിട്ടുള്ളത്, ചെറിയ അരിയാണ്. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2.25 ഗ്ലാസ് വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളക്കും, നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു വിസിലടിച്ചിട്ട് ചിക്കൻ നന്നായി വന്നിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് തുറന്നിട്ടുള്ളത്. കണ്ടോ, വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്ത് ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മസാലയൊക്കെ അരിയിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ടാവും.
ഇതൊന്ന് എല്ലാ വശത്തേക്കും ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ചൂടാക്കി വെച്ച് തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നേരത്തെ ഉപ്പ് നോക്കാം ഒന്ന്, അതിന് കുറവാണെങ്കിൽ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഒന്നുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പിനനുസരിച്ച് നമുക്ക് വേണ്ടത്ര ഉപ്പിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വേവിക്കാം. ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ മസാല റൈസ് തയ്യാറാവും. ഇപ്പം ഞാനിതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസിൽ വന്നു. ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇതാ നമ്മുടെ മസാല റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എളുപ്പത്തിൽ എല്ലാം കൂടി ഒരു 10 മിനിറ്റ് ടൈം മതി ഇത് വേവിച്ചെടുക്കാനുള്ള ടൈം. പിന്നെ കട്ടിങ്ങിനൊക്കെ കൂടി ഒരു 5 മിനിറ്റ്, അങ്ങനെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു മസാല റൈസ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതാ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ചിക്കൻ്റെ ഒക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചോറിന് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നല്ല റൈസാണ്. ബിരിയാണിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു റൈസാണ്. ഞാനിപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി പോലെയുള്ള മസാല റൈസ് ഇവിടെ തയ്യാറായി. മടി പിടിച്ച ദിവസവും സമയം കിട്ടാത്ത ദിവസമൊക്കെ നമുക്ക് തയ്യാറാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ ബൈ.